ചലച്ചിത്ര പ്രവർത്തകൻ ശ്രീ ബൈജു കൊട്ടാരക്കര നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇന്നലെ കേസ് കോടതി പരിഗണിക്കുന്നു, മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നു. സ്വാഭാവികമായും അറസ്റ്റിലേക്ക് പോകാനുള്ള ഒരു മുൻകരുതൽ അല്ലെങ്കിൽ മുന്നൊരുക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ട് ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷവും സിദ്ദിഖ് എവിടെയെന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ കേരള പോലീസിനുണ്ടാകുന്നത് എങ്ങനെയാണ്? മധു, ഇത് കേരള പോലീസിന് വളരെ വൃത്തിയായിട്ട് അറിയാമായിരിക്കും സിദ്ദിഖ് എവിടെ ഉള്ളത്. ഇതെല്ലാം ഒരു നാടകമാണെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം അദ്ദേഹം ഈ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഹൈക്കോടതി ജാമ്യ ഹർജി തള്ളിയാൽ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടല്ലോ. ഈ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നിരീക്ഷണം നല്ല രീതിയിൽ ഏർപ്പെടുത്താമായിരുന്നല്ലോ. ആ നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ എപ്പോഴേ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു ആ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് ഇത് പോലീസിലൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. ഇത് മുകേഷിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു നാടകം കളി തന്നെയായിരുന്നു. കാരണം മുകേഷിന്റെ ജാമ്യം എങ്ങനെ പോകും, മുകേഷിനെ ചോദ്യം ചെയ്യൽ കഴിയുമ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജാമ്യം കൊടുക്കാമോ, അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ നിലനിന്നതുകൊണ്ട് പാർട്ടിയുടെ വക്കീൽ തന്നെയാണല്ലോ മുകേഷ് വേണ്ടിയും കോടതിയിൽ ഹാജരായത്. കാരണം അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് CPM അതിന്റെ അനുഭാവിയായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ മുകേഷിന് വേണ്ടി തന്നെയാണ് ഇത് ഇത്രയും നീട്ടി വലിച്ചു കൊണ്ടുപോയത്. മുകേഷ് വേണ്ടി തന്നെ പോയപ്പോ സിദ്ദിഖിന് വളരെ വലിയ ഗുണമായി. അതുകൊണ്ട് സിദ്ദിഖ് അവയെ വേണ്ടുന്ന പോലെ ഇപ്പം സുപ്രീം കോടതിയിൽ നിന്ന് രാവിലെ ജാമ്യ ഹർജി കൊടുത്തിട്ടുണ്ടെന്ന് പറയണു. ഇനി അത് കഴിയാതെ സിദ്ദിഖ് ഒരു കാരണവശാലും കീഴടം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല. ഇനി സുപ്രീം കോടതിയിൽ ചിലപ്പോ അത് തള്ളിയാൽ സിദ്ദിഖ് കീഴടങ്ങാൻ സാധ്യതയുണ്ട്. അതല്ലാതെ സിദ്ദിഖ് കീഴടങ്ങുന്ന പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ വാർത്തകളിൽ കാണുന്ന പോലെ കോഴിക്കോടുണ്ട്, ഹേമ കമ്മിറ്റി നിയോഗിച്ചത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്, അതിനുശേഷം SIT രൂപീകരിച്ചത്, വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം നടത്തുന്നത്, ഇരകളോടൊപ്പം നിൽക്കുന്നത്, കോൺക്ലേവ് നടത്തുന്നത്, ഇങ്ങനെ എന്തെന്തൊക്കെ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ വലിയ അഭിമാന ബോധത്തോടെ അവകാശവാദം ഉന്നയിക്കുന്നു. പക്ഷേ എവിടെയാണോ കൃത്യമായി പ്രവർത്തിക്കേണ്ടത് അവിടെ മാത്രം വീഴ്ചയുണ്ടാകുന്നത് എങ്ങനെയാണ്? മധു, അത് തന്നെയല്ലേ പറഞ്ഞത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് 4.5 വർഷങ്ങളായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നില്ല എന്നുള്ളത് ചാനലുകളും പത്രങ്ങളും ഒക്കെ ഇങ്ങനെ എത്രയും നാളുകളായി വിളിച്ചു പറയുന്നു. അപ്പൊ അത് വന്നത് മാത്രമല്ല, ദേശീയ വനിതാ കമ്മീഷന് കൊടുത്ത റിപ്പോർട്ടിൽ പോലും പേജ് വെച്ചിട്ടാണ് കൊടുത്തത്. അത് ആരെ രക്ഷിക്കാനാണ്? അതാണറിയാൻ വയ്യത്. ദേശീയ വനിതാ കമ്മീഷന് പോലും ഇത് കൊടുക്കുമ്പോൾ, ആ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പരിപൂർണമായിട്ടും കൈമാറാതെ അവരെ പോലും കബളിപ്പിക്കുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ പെരുമാറിയിരിക്കുന്ന ആ കാര്യത്തിൽ. അപ്പൊ അവരെ ഏത് രീതിയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുപോയ ഈ 20ഓളം സീരിയസ് ആയ മാരകമായ 20ഓളം കേസുകൾ അതിനകത്തുണ്ട്. എന്തായാലും അവരെ ഈ പറയുന്നത് പോലെ ഒരു സ്ത്രീയെ 10 സെക്കൻഡിൽ കൂടുതൽ നോക്കിയാൽ കേസെടുക്കുന്നത് നമ്മുടെ നാട്ടിൽ, കേസെടുക്കണമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത്രയധികം കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അവരെ ഒന്ന് ചോദ്യം ചെയ്തുകൂടി? അത് ചോദ്യം ചെയ്യാൻ എന്താണ് പറ്റാത്തത്? ആദ്യം ഇരകളുടെ മൊഴിയെടുത്തിട്ട് ഇരകൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം ചോദ്യം ചെയ്യാനാണോ? അതിലെ സർക്കാർ പറയുന്നത് ഇയാൾക്ക് സമ്മതമാകട്ടെ. അപ്പൊ ഇത് ആരെ രക്ഷിക്കാനാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ജാമ്യം കിട്ടുകയാണെങ്കിൽ അങ്ങനെ പോകട്ടെ എന്ന സാവകാശം അനുവദിച്ചു കൊടുത്തതിന് ചീത്തപ്പേര് കേൾക്കുകയാണ് സംസ്ഥാന പോലീസ് സേന.